ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്വമേധയായി എടുത്ത ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. SIT തലവൻ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിച്ചു. അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഇടക്കാല ഉത്തരവ് വൈകിട്ടോടെ പുറത്തുവരും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ്. PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ നിലനിൽക്കുമ്പോഴാണ് കോടതിയിൽ ഈ ഇടക്കാല റിപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ടിൽ PS പ്രശാന്തും ഇനി ഉടൻ അറസ്റ്റിലാകാൻ പോകുന്ന മറ്റു രണ്ടുപേരെ കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങളടക്കമുണ്ടാകും. അതോടൊപ്പം തന്നെ സാമ്പിൾ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലെ വിശദാംശങ്ങളും ഉണ്ടാകും. ജിജീഷ്, ഗൗതം, ഈ ഒരു കേസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ തുടർ നടപടികൾ തന്നെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത്. ഈ കോടതി കേസ് പരിഗണിക്കുമ്പോൾ ആദ്യ രണ്ട് സ്വർണ്ണ കവർച്ചകളിലെയും കുറ്റപത്രം നൽകുന്നതിലെ പുരോഗതി ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയെ ഇന്ന് വ്യക്തമായി തന്നെ അറിയിക്കും. SITയുടെ തലവനായിട്ടുള്ള SP ശശിധരൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ ഹാജരായി വിശദാംശങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നത്. ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, അന്വേഷണ പുരോഗതി, ഒപ്പം തന്നെ ഗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള നിർണായകമായ അറസ്റ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത കോടതിക്ക് മുന്നിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് നേരിട്ട് ഹാജരായി തന്നെ അറിയിക്കുകയും വേണം. 2025 സ്വർണം പൂശുന്നതിനായി ദ്വാരപാലക ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിലെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലും ഒപ്പം തന്നെ SIT ആ ഒരു കാര്യത്തിൽ നിലപാട് വിശദമാക്കും. എന്തായിരിക്കും ഇക്കാര്യത്തിൽ SITയുടെ ഒരു തീരുമാനം കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ എടുത്ത ഒരു അന്വേഷണത്തിലെ അക്കാര്യങ്ങളിൽ എന്തെല്ലാം വിശദാംശങ്ങളാണ് അന്വേഷണത്തിൽ ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഹൈക്കോടതിയെ അറിയിച്ചുകൊണ്ടായിരിക്കും SIT മുന്നോട്ട് പോവുക. സ്വാഭാവികമായും കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങളെല്ലാം തന്നെ തേടാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട പരിശോധനാ റിപ്പോർട്ടുകൾ അടക്കം കോടതി തേടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഒപ്പം തന്നെ സ്വർണ്ണപ്പാളികളിലെ സാമ്പിൾ പരിശോധിച്ചതിലെ ഫലം സംബന്ധിച്ച വിശദാംശങ്ങളും ഇന്ന് SIT ഹൈക്കോടതിയെ അറിയിക്കും. എന്താണ് ആ സാമ്പിളുകളിൽ നിന്ന് ലഭിച്ച വിവരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാമാണ് ഇനിയുള്ള ആരെല്ലാമാണ് ചോദ്യം ചെയ്യാനുള്ളത്, ഏതെല്ലാം നിർണായകമായ അറസ്റ്റുകളിലേക്കാണ് പ്രധാനമായും കടക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദാംശങ്ങൾ ഇന്ന് കോടതിയെ അറിയിക്കേണ്ടി വരും. നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നതിൽ പുറത്തു വരേണ്ട വിവരങ്ങളും ഒരുപാടുണ്ട്.